ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷയാണ്. വലിയൊരു സംഭവങ്ങളൊന്നും നിറഞ്ഞൊരു എപ്പിസോഡ് എന്ന് പറയാനായിട്ട് ഇന്ന് പറ്റത്തില്ല. പക്ഷേ എങ്കിലും അഞ്ജലിയുടെ ജീവിതത്തിൽ വേറൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണെന്ന് നമ്മൾ തുടർച്ചയായ ദിവസങ്ങളായി പല വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അതിലേക്കൊക്കെ പോകാം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഓൾറെഡി പ്രൊമോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അഞ്ജലി വല്ലാതെ അങ്ങോട്ട് അർജുനെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്, ഇതൊട്ടും ശരിയല്ല എന്ന്. കാരണം ഒരു ബന്ധത്തിൽ ഒരു ഈഗോ കയറി വന്നു കഴിഞ്ഞാൽ ആ ബന്ധം തന്നെ ക്ലാഷ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് തെറ്റ് നമ്മുടെ അർജുൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു അവസരം നമ്മുടെ അർജുന് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആ ഒരു അവസരം നമ്മുടെ അഞ്ജലി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, അർജുന്റെ അടുത്ത് കല്യാണം ആലോചിച്ചപ്പോൾ അർജുൻ പറഞ്ഞു ഇപ്പം അത് ശരിയാകത്തില്ല, എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല, അപ്പോൾ ഇപ്പം അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അഞ്ജലിയുടെ വീട്ടിൽ നിന്ന്. പക്ഷേ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് പല സത്യങ്ങളും പുറത്തേക്ക് ഇപ്പോൾ വന്നാൽ ശരിയാകില്ല എന്ന് വിചാരിച്ചാണ് നമ്മുടെ അർജുൻ അത് ചെയ്തത് കേട്ടോ. വളരെ വേദനയോടെ കൂടിയിട്ട്. അപ്പൊ അതോർത്ത് ഒരുപാട് നമ്മുടെ അർജുൻ വേദനിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം മുമ്പേ അഞ്ജലിയോട് തുറന്നു പറയേണ്ടതായിരുന്നു. താൻ രാഘവനുണ്ണിയുടെ മകനാണ്, അർജുൻ ഇളയ മകനാണ് എന്നുള്ള ഒരു മഹാസത്യം നേരത്തെ തുറന്നു പറയാനായിട്ട് പലപ്പോഴും അർജുൻ വിചാരിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പേടി കൊണ്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല അല്ലെ. അപ്പോൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റിയും പോയി, നേരത്തെ ഒന്നും തുറന്നു പറയാൻ പറ്റിയതും ഇല്ല. പക്ഷെ ഇങ്ങനെ അർജുൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അഞ്ജലിയെ ഒരുപാട് അങ്ങോട്ട് വേദനിപ്പിച്ചു കേട്ടോ. കാരണം അഞ്ജലി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അർജുന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു മറുപടി ആയിരിക്കും അച്ഛനും അമ്മയ്ക്കും കിട്ടാനായിട്ട് പോകുന്നത് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി അങ്ങ് തോറ്റുപോയതുപോലെയാട്ടോ തോന്നിയത്. കാരണം അഞ്ജലി ആ രീതിയിലേക്ക് ചിന്തിച്ചത്. കാരണം അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിലും ആര്യയുടെ മുമ്പിലൊക്കെ അർജുൻ അഞ്ജലി ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പാണ്. അവരുടെ മുമ്പിലെല്ലാം അങ്ങനെ തന്നെയാണ് താൻ. പക്ഷേ അർജുനെ കല്യാണം ആലോചിച്ചപ്പോൾ അർജുന്റെ അടുത്ത് നിന്നും തീർത്തും വിപരീതമായ ഒരു മറുപടി കിട്ടിയപ്പോൾ ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വേദനയിൽ നിന്നും ആ ഒരു സംഭവത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് അഞ്ജലിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അഞ്ജലി വീണ്ടും വീണ്ടും അർജുനെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അകന്ന് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യമുണ്ട്, ഇന്ന് അഞ്ജലി അർജുന്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ആ മുഖത്ത് പ്രണയം വരുന്നുണ്ട്. പുള്ളിക്കാരി സംഭവം ഇങ്ങനെയൊക്കെ നടന്നുവെങ്കിലും അർജുനോട് ഒരു ഈഗോ ഇങ്ങനെ ഉള്ളിൽ പുകയുന്നുണ്ട്, കുറച്ചൊരു ദേഷ്യമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാരി അർജുന്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ പ്രണയ പരവശയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിലും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. അർജുന് തന്നെ വിട്ടു പോകാനായിട്ട് പറ്റത്തില്ല, താൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സംഭവം എന്താണെങ്കിലും അഞ്ജലിക്ക് അറിയാൻ കേട്ടോ. അതുകൊണ്ടാണ് ഒരു കല്യാണ ആലോചന വന്നപ്പോഴും അത് അഞ്ജലിയായിട്ട് അങ്ങ് മുടക്കി കളഞ്ഞതും ആ ഒരു സമയത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചെയ്തതാണ്. ആ സമയത്തൊരു തുറപ്പുചീട്ട് ഉണ്ടാവുകയും ചെയ്തു. അതങ്ങ് നല്ല രീതിയിൽ അഞ്ജലിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ബന്ധങ്ങളാകുമ്പോൾ ഈഗോ ക്ലാഷുകൾ ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ അഞ്ജലി ഇനി അത്ര അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ല. അർജുനെ പലവട്ടം അർജുൻ പറയാൻ ശ്രമിച്ചു, ഒരുപാട് തവണ ഫോൺ വിളിച്ചു, ഇപ്പൊ ആര്യ വഴി പറയാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ വിട്ടുമാറി നിന്നിട്ട് കാര്യമില്ല. കാരണം അർജുന്റെ ഭാഗത്ത് എന്താണ് ന്യായം എന്നുള്ള ഒരു കാര്യം അഞ്ജലി ഇനിയെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് അഞ്ജലിയുടെ കാര്യങ്ങളൊക്കെ ആര്യ പറയാനായിട്ട് വന്നു, ആ ചരടൊക്കെ കൊടുത്ത് കാര്യങ്ങൾ പറയാനായിട്ട് വന്നു, ഇത് അർജുനാണ് സൂക്ഷിച്ചു വെച്ചതെന്നൊക്കെ പറയാനായിട്ട് വന്നപ്പോൾ അതൊന്നും കേൾക്കാനൊന്നിനും തന്നെ നമ്മുടെ അഞ്ജലി കൂട്ടാക്കിയില്ല.
ആര്യയുടെ ആര്യ പറഞ്ഞിട്ടൊന്നും നിന്നില്ല, അന്ന് പുള്ളിക്കാരി വിട്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ ആര്യക്ക് ശരിക്കും പിന്നെ സങ്കടം ദേഷ്യമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് നടന്നത് കേട്ടോ. പിന്നെ നടന്ന സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ നമ്മുടെ അഞ്ജലി രക്ഷിച്ചിരുന്നു, അല്ലെ ഗുണ്ടകളുടെ അടുത്ത് നിന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അഞ്ജലി തരകനസയുടെ അവിടെ എത്തും. അവിടെ വെച്ച് ഈ തരകനസയെ കുറച്ച് നമ്മുടെ അഞ്ജലിയായിട്ട് ചെറിയ ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടാകും. വളരെ മോശമായ രീതിയിലൊക്കെയാണ് തരകൻ നമ്മുടെ അഞ്ജലിയോട് ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അതൊക്കെ അഞ്ജലി കൈകാര്യം ചെയ്ത് നിൽക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ്. അതായത് ഈ പയ്യനെ ആക്രമിച്ച ഗുണ്ടയാണെന്ന് വിചാരിച്ച ആള് പോലീസുകാരനായിട്ട് വരുന്നു. ഇത് കണ്ടപ്പോൾ ശരിക്കും അഞ്ജലി ഞെട്ടിപ്പോയി കേട്ടോ. അപ്പൊ സ്വപ്നത്തിൽ പോലും അഞ്ജലി വിചാരിച്ചില്ല ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ യുവാവിനെ ആക്രമിച്ച കേസ് അത് നമ്മുടെ അഞ്ജലി രക്ഷിച്ചു. ഇതെല്ലാം എന്തോ വലിയൊരു സംഭവമാണ് അഞ്ജലിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും അവിടെ വെച്ച് തരകനോട് പറയും, ഇയാള് ഇന്നലെ ആ യുവാവിനെ ആക്രമിച്ചതാണ്, ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് തരകന് അതിനെ ഓപ്പോസ് ചെയ്യും. ഇല്ല, ഇയാൾ എൻ്റെ കൂടെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, നീ എന്തൊക്കെ കിടന്നാ പറഞ്ഞത്, കൂടുതൽ കിടന്ന് നെകളിച്ചാൽ നിന്നെ എടുത്ത് ഞാൻ അകത്തിടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരകനും അങ്ങനെ നിൽക്കും. അപ്പോൾ അവിടുന്ന് അയാൾ എസ്കേപ്പ് ആയിട്ട് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ എന്താണെങ്കിലും അത് അഞ്ജലിയുടെ ജീവിതത്തിൽ കുറച്ചധികം വീണ്ടും പ്രതിസന്ധികൾ വരാൻ പോവുകയാണ്, കൂടുതൽ വെല്ലുവിളികൾ വരാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അപ്പോൾ പിന്നെ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശംഖചക്രം തറവാട്ടില് നമുക്കറിയാം ഒരു ഇളയ അച്ഛൻ്റെ പെങ്കൊച്ച് കുറച്ചൊരു വഴിതെറ്റി നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് സീനുകളാണ്. ഏതോ ഒരുത്തന്റെ ട്രാപ്പിൽ ആ കൊച്ചു വീണ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സീനുകൾ, പൈസ അടിച്ചുകൊണ്ട് പോയ കുറച്ച് സീനുകൾ, സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാട്ടിയത് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിലും നമുക്ക് കുറച്ച് നിരാശകൾ തന്നെയാണ് കേട്ടോ. ആദ്യം അതായത് നമ്മുടെ അഞ്ജലി ആദ്യം കാട്ടിയ സീൻ എന്ന് പറയുന്നത്, ആ യുവാവിനെ നമ്മുടെ അഞ്ജലി രക്ഷിച്ചു, അയാള് അപകടനില തരണം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാളെ കാണുവാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ, അവിടെ വെച്ച് അഞ്ജലിയെ കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ, അത് ആരാണെന്ന് എനിക്ക് അത്ര മനസ്സിലായില്ല. അപ്പൊ പുള്ളി പറയാണ്, അഞ്ജലിയെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോഴായിരിക്കും അതെ മനസ്സിലായി, അതായത് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെയും അതുപോലെ തന്നെ കുറുപ്പിനെയൊക്കെ വിറപ്പിക്കുന്ന പെൺസിംഹം അഞ്ജലി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അഞ്ജലിനെ ഒന്ന് പൊക്കിയടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവമാണ് പ്രൊമോയിൽ ആദ്യം കാട്ടിയത്. പിന്നീട് കാട്ടിയ സീന് നമുക്ക് കുറച്ച് നിരാശ തന്നെയാട്ടോ നൽകുന്നത്. അപ്പം ആര്യയും അഞ്ജലിക്കുട്ടിയും തമ്മിലുള്ള സംസാരമാണ്. അതിൽ പറയുന്നത്, പത്മ മാത്രമല്ല അഞ്ജലിയെ കാത്തിരിക്കാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട്, രാജീവും ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും ആര്യനെ അവോയ്ഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജലി പോവുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സീനുകളൊക്കെയാണ് ഇന്ന് പ്രൊമോയിൽ പ്രധാനമായിട്ടും കാട്ടിയത്. അപ്പൊ അഞ്ജലി അർജുൻ വിഷയത്തിൽ ഒരു കരയിലേക്ക് അങ്ങ് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അത് വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനൊരു മാറ്റം ഈ ആഴ്ച തന്നെ ഉണ്ടാകും. കാര്യങ്ങളെല്ലാം നമ്മുടെ അഞ്ജലിക്കുട്ടി തിരിച്ചറിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.